ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ 10th ലെവലിൻ്റെ എക്സാം ആണ്. ഇപ്പോൾ 18-ാം തീയതി ആയിട്ട് ഫസ്റ്റ് ഫേസ് വരുന്നുണ്ട്. പിന്നെ വരുന്ന ഫേസ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 1-നാണ് സെക്കൻഡ് ഫേസ് അല്ല, തേർഡ് ഫോർത്തും വരുന്നത് ഓഗസ്റ്റ് 1-നും ഫസ്റ്റും സെക്കൻഡും വരുന്നത് 18-ാം തീയതിയുമാണ്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു 10th ലെവൽ LGS ലെവലിൽ നടന്നൊരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യുന്നത്. നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്നുള്ളതും. അതേപോലെ തന്നെ നിങ്ങൾ ഒന്ന് വർക്കൗട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടിയാണിത്. ഞാൻ ജസ്റ്റ് ടെലഗ്രാമിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിരിക്കാം. നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് GK ഉൾപ്പെടെയുള്ളതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ 21ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 20ഓളം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഓൾറെഡി മാത്സ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് 1 - 2 + 3 - 4 + 5 - 6 + എക്സെട്ര അപ് ടു 90 അല്ലേ, -100 വരെ തന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോർമലി നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് നമുക്ക് 2 മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിൽ ഒന്നെന്ന് പറയുന്നത്, ഇവിടെ നോക്കിക്കേ, ഇതിന് നമുക്ക് പെയർ ചെയ്യാം അല്ലേ. 1 - 2 എന്ന് പറയുമ്പോൾ എത്ര വരും? വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ ഇവിടെ -1 വരും. എഗെയിൻ നമുക്കിതൊരു സെറ്റാക്കി എടുക്കാം. 3-ൽ നിന്ന് 4 കുറക്കുമ്പോൾ 1 ആണ്, 4ൻ്റെ സൈൻ -ആണ്. സോ അത് അടുത്ത സെറ്റായിട്ട് വരും. അടുത്ത എന്ത് വരും? പ്ലസ് അല്ലേ. 5 - 6, 6-ൽ നിന്ന് 5 കുറക്കുമ്പോൾ 1 ആണ്, വലുതിൻ്റെ സൈൻ നെഗറ്റീവാണ്, -1. അങ്ങനെ ഇത് പോയി 100-ൽ നിന്ന് 99 കുറക്കുമ്പോൾ 1 കിട്ടും, -1 കിട്ടും. അതായത് ഇത് നോക്കിക്കേ, 100 എണ്ണം ഉള്ളതിനെ നമ്മൾ 2 എണ്ണം വീതമുള്ള പെയേഴ്സ് ആക്കി മാറ്റി അല്ലെ, ജോഡികളാക്കി മാറ്റുമ്പോൾ ഇത് നമുക്ക് 1, ഇത് 2 ആണ്. അങ്ങനെ നമുക്ക് എത്ര ജോഡികൾ കിട്ടും? 50 പെയേഴ്സ് ആണ് നമുക്ക് പറ്റുന്നത്. അതായത് 50 ഒന്നുകളാണ്. ഈ 50 -1 + -1 + -1 കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 51 കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 50 ആണല്ലോ. എല്ലാത്തിൻ്റെയും കോമൺ സൈൻ നെഗറ്റീവ് ആയതുകൊണ്ട് ആൻസർ എന്ത് വരും? -50 എന്ന് വരും. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് ചെയ്യാം, ഇതിനെ നമുക്ക് പെയർ ചെയ്യാം. നോക്കിക്കേ, 1 + 3 + എന്താണ് 5 + 7 ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് അപ് ടു 99 വരെ എത്രയാണ്? 100 വരെയുള്ള ഒറ്റ സംഖ്യകളായില്ലേ. അതായത് ഇവിടെയുള്ള ഒറ്റ സംഖ്യകൾ എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ നമുക്ക് 50 ഒറ്റ സംഖ്യകൾ ഇവിടെ വരും. ഇനി എന്ത് ചെയ്യണം? മൈനസ് എല്ലാത്തിലും കോമൺ ആണ്. ആ മൈനസ് നേരെ വെളിയിലേക്ക് എഴുതിക്കൂ. ബാക്കി ഇവിടെ എന്ത് വരും? 2 + 4 ഉണ്ടാ, പ്ലസും മൈനസും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -4 ആകും. -2 × 2 -2, അതിനാണ് നമ്മൾ ഈ മൈനസ് വെളിയിലേക്ക് ഇട്ടിരിക്കുന്നത്. അങ്ങനെ പോയാലും +100 വരെ വരുമ്പോൾ 1 മുതൽ 100 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ എണ്ണം എത്രയാണ്? 50 ആണ്. അതായത് 1 മുതൽ 100 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ എണ്ണത്തിൽ നിന്ന് 1 മുതൽ 100 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ എണ്ണം കുറച്ചാൽ മതി. അപ്പൊ നമുക്കറിയാം ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് n² ആണ്. അതായത് 50² വരും. 2500 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. മൈനസ്, ഇനി ഇരട്ട സംഖ്യകളുടെ തുക എന്താണ്? എണ്ണൽ സംഖ്യകളുടെ തുക എന്താണ്? n × n+1 / 2 ആണ്. ഇരട്ട സംഖ്യയാണെങ്കിൽ എന്താണ്? n × n+1 ആണ്. ഒറ്റ സംഖ്യകളുടെ തുകയാണെങ്കിൽ n² ആണ്. അപ്പൊ ഇരട്ട സംഖ്യ എന്ന് പറയുമ്പോൾ എന്ത് വരും? n × n+1, 50 ഇരട്ട സംഖ്യകളാണ് വരേണ്ടത്. സോ ഇവിടെ എന്ത് വരും? 50 × 51 എത്ര വരും? 50 അതായത് നമുക്കിവിടെ 5 വരും. 5 × 25, ലാസ്റ്റ് ഒരു 0 അല്ലെ. 2500 നിന്ന് 2550 കുറക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -50 എന്ന് കിട്ടും. കണ്ടോ, ഇങ്ങനെയും നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. ആൻസർ വരേണ്ടത് ഓപ്ഷൻ B ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 2, 6, 12, 20, 30 വിട്ടുപോയ സംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം. 2നോട് നമുക്ക് എന്ത് കൂട്ടി? 4 കൂട്ടുമ്പോൾ നമുക്ക് 6 കിട്ടും. 6നോട് ഞാൻ എത്ര കൂട്ടി? 6 കൂട്ടിയപ്പോൾ 12 കിട്ടി. ഇവിടെ 8 കൂട്ടുമ്പോഴാണ് 20 കിട്ടുന്നത്. സോ നെക്സ്റ്റ് 10 കൂട്ടണം. അപ്പൊ അടുത്ത് എത്രയായിരിക്കണം? 4, 6, 8, 10. നെക്സ്റ്റ് വരേണ്ടത് 12 കൂട്ടി 42 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ D ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 8, 12, 15 എന്നീ സംഖ്യകൾ കൊണ്ട് ഭാഗിച്ചാൽ ശിഷ്ടം 5 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അവിടെ LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് LCM കണ്ടുപിടിക്കാം. 8
12, 15. LCM ആദ്യം കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഇവയെല്ലാം കൊണ്ടും ഹരിക്കുമ്പോൾ 0 ശിഷ്ടമായിട്ട് വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. 2 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്ര വരും? 4 വരും. ഇവിടെ 6 വരും. ഇവിടെ 15 വരും. അഗെയിൻ നമുക്ക് ഇതിനെ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റും? 3 കൊണ്ട് ചെയ്യാം. ഇവിടെ എത്ര വരും? 4 വരും. ഇവിടെ 2 വരും. ഇവിടെ 5 വരും. നമുക്ക് അഗെയിൻ നമുക്കിതിനെ 2 കൊണ്ട് ചെയ്യുമ്പോൾ ഇവിടെ 2, 1, 5 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ LCM ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്താണ്? ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 2 × 3 × 2 × 2 × 1 × 5. ഇതിനെയാണ് നമ്മൾ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. ലഘുതമ സാധാരണ ഗുണിതം LCM എന്ന് പറയുന്നത്. എത്ര വരും? 6, 6 × 12, 12 5 60, 60 × 2 എന്ന് പറയുന്നത് 120 ആണ്. ഈ 120 കണ്ട് ആൻസറിലേക്ക് പോകരുത്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന എന്താണ്? ശിഷ്ടം 5 വരുന്നത്. അതായത് ഇതിന്റെ മീനിങ് എന്താണ്? ഈ 120 എന്ന് പറയുന്ന സംഖ്യയെ 8 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0 വരും. ഈ 120 എന്ന് പറയുന്ന സംഖ്യയെ 12 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0 വരും. ഈ 120 എന്ന് പറയുന്ന സംഖ്യയെ 15 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 0 വരും. ഇതാണ് അതിന്റെ ലോജിക് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്താ വേണ്ടത്? ശിഷ്ടം 5 ആണ് നമുക്ക് പറയേണ്ടത്. ശിഷ്ടം 5 എന്ന് പറയുമ്പോൾ ജസ്റ്റ് ചെയ്ത് നോക്കുക. 1 ഇവിടെ 121 ആയാൽ ശിഷ്ടം 1 വരും. അപ്പൊ എന്ത് ചെയ്യണം? 120നോട് 5 കൂട്ടിയാൽ മതി. ആൻസർ എത്ര വരും? 125. സോ ഓപ്ഷൻ സി ആണ് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 91 മീറ്ററും 117 മീറ്ററും നീളമുള്ള 2 കയറുകൾ തുല്യ നീളമുള്ള കഷ്ണങ്ങളായി മുറിക്കുകയാണെങ്കിൽ ഓരോ കഷ്ണത്തിന്റെയും പരമാവധി നീളം, പരമാവധി എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, അവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? HCF ആണ്. ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ് അവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 91 മീറ്ററും 117 മീറ്ററും നീളമുള്ള 2 കയറുകളാണ് തുല്യ നീളമുള്ള കഷ്ണങ്ങളാക്കി മുറിക്കേണ്ടത്. ഇതിന്റെ HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, ഇത് 13 കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കുക, ഇതിലെ ഏതെങ്കിലും സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക രണ്ടിനെ. 91 13 എന്ന് പറയുമ്പോൾ 7 തവണ, 117 9 തവണയാണ്. ഇനി നമ്മൾ LCM ആണ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇതും കൂടി അല്ലേ ഗുണിക്കുന്നത്. HCF എന്ന് പറയുമ്പോൾ ഇനി നമുക്ക് ഇതിൽ കോമൺ ഇല്ല, സോ ഇത് മാത്രം മതി. അതായത് 91നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 13 മീറ്റർ വീതമുള്ള എത്രയാണ്? 7 കഷ്ണങ്ങളാക്കി മുറിക്കാൻ പറ്റും. 117നെ എനിക്ക് 13 പീസ് വീതമുള്ള എത്രയാണ്? 13 മീറ്റർ വീതമുള്ള 9 കഷ്ണങ്ങളാക്കി മുറിക്കാൻ പറ്റും. എനിക്ക് ഇത്രേ വേണ്ടുള്ളൂ. 2 കയറും എന്തായിരിക്കണം? തുല്യ നീളമുള്ള കഷ്ണങ്ങളായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 3/5, 5/8, 2/3 എന്നിവയെ ആരോഹണ ക്രമത്തിൽ എഴുതാനായിട്ട് എളുപ്പം എന്ന് പറയാം. ഒന്നുകിൽ ഇതിനെ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്ത് മുകളിലത്തെ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാം? 3/5 നമുക്ക് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിനെ 30/5 എന്നാക്കാം. 30/5 എന്ന് പറയുമ്പോൾ ആൻസർ എത്ര വരും? 6 എന്ന് വരും. നെക്സ്റ്റ് നമുക്ക് നോക്കാം. 5/8 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 50/8 എന്നാകും. അതായത് അത് എത്ര വരും? 6 പോയിന്റ് സംതിങ് വരും. ഓക്കെ, നെക്സ്റ്റ് എന്താണ് വരേണ്ടത്? 2/3. അവിടെയും നമുക്ക് ഇതിനെ 10 കൊണ്ട് ചെയ്യുമ്പോൾ 20 എത്ര വരും? 3 എന്നാകും. 6 3 18 6 പോയിന്റ് സംതിങ് തന്നെ വരും. അപ്പൊ നമുക്കറിയാം ഇവിടെ എല്ലാം 6 പോയിന്റ് ബാക്കിയും കൂടി ഉണ്ട്. അപ്പൊ ഇതാണ് ലാസ്റ്റ് വരേണ്ടത് അല്ലെ. 3/5 ലാസ്റ്റ് വരുന്ന ഒരൊറ്റ ഒരെണ്ണമല്ലേ ഉള്ളൂ. 3/5 ലാസ്റ്റ് വരേണ്ടത് അതാണ്. ആരോഹണ ക്രമമല്ലേ വേണ്ടത്? 3/5 ലാസ്റ്റ് അല്ല വരേണ്ടത്. 3/5 ആദ്യം വരണം. കാര്യം ആരോഹണമാണ് പറഞ്ഞിരിക്കുന്നത്. ആരോഹണം എന്ന് പറയുമ്പോൾ എന്താണ്? ചെറുതിൽ നിന്ന് എങ്ങോട്ടേക്കാണ്? വലുതിലേക്കാണ് പോകേണ്ടത് അല്ലെ. സ്മോൾ ടു ബിഗ് ആണ് വരേണ്ടത്. അപ്പൊ ഇവിടെ 3/5 ആദ്യമുള്ള ഒരൊറ്റ തന്നെ ഉള്ളൂ. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. അതേ ഓർഡറിൽ തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് എന്ത് ചെയ്യാം? 3നെ ജസ്റ്റ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 0.0 ഇട്ട് കൊടുക്കുക. 6 എത്ര വരും? 30. ആൻസർ 0. നെക്സ്റ്റ് എത്ര വരും? 5/8 അല്ലെ. 0.0 ഇട്ട് കൊടുക്കുക. 6 48 2 വരും. പോയിന്റ് ഉള്ളത് കൊണ്ട് നമുക്ക് എഗെയിൻ 0 ഇട്ട് കൊടുക്കാം. 6.2 എന്ന് വരും. 16 റിമൈൻഡർ 4 വരും. അവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 0.0 6 3 18 എഗെയിൻ നമുക്ക് ഇവിടെ 3 വരും. 2 വരും. 0 ഇട്ട് കൊടുക്കുക. 6 3 18. അപ്പൊ എങ്ങനെയാ വരേണ്ടത്? 0.6 0.62 0.66. ഇതാണ് ആ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് 36 സെന്റിമീറ്റർ ആയാൽ അതിന്റെ പരപ്പളവ് എത്ര? സമചതുരമാണ് പറഞ്ഞിരിക്കുന്നത്. സമചതുരത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ചുറ്റളവ് എന്ന് പറയുന്നത് വശം ഇൻറ്റു
എത്രയാണ് 4 അല്ലെ 4a 4 വശങ്ങളിൽ കൂട്ടിയാൽ മതിയല്ല. അപ്പൊ നമുക്ക് എന്ത് കിട്ടി 36/4 a എന്ന് പറയുന്നത് 9/4 36 a എന്ന് പറയുമ്പോൾ നമുക്കിവിടെ എത്ര വരും അല്ലെ 9 ആൻസർ ആയിട്ട് വരേണ്ടത്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം പരപ്പളവ് കണ്ടുപിടിക്കണം. പരപ്പളവ് എന്ന് പറയുന്നത് എത്രയാണ് വരേണ്ടത് 9 a സ്ക്വയർ ആണ് 9ന്റെ സ്ക്വയർ വരും അതായത് 81 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. 81 സെന്റിമീറ്റർ സ്ക്വയർ ആണ് അതിന്റെ പരപ്പളവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. ഒരു ക്ലാസ്സിൽ 20 കുട്ടികളുടെ ശരാശരി വയസ്സ് 12 ആണ്. ശരാശരി വയസ്സ് തന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത് 20 കുട്ടികളുടെ ശരാശരി വയസ്സ് 12 ആണെങ്കിൽ അവരുടെ ആകെ വയസ്സ് എന്ന് പറയുന്നത് എത്ര വരും 240 ഗുണിച്ചാൽ മതി. ഇനി എന്താണ് ഒരു പുതിയ കുട്ടി കൂടി വന്നു. കുട്ടിയുടെ എണ്ണം 21 ആയി അല്ലെ ശരാശരി 13 ആയി. അപ്പൊ എന്ത് ചെയ്യണം 21 × 13 ചെയ്ത് നോക്കണം എത്ര വരും ആൻസർ 273 വരും. ഓക്കെ ഇനി നമുക്ക് എന്താണ് ഇത് തമ്മിൽ കുറച്ച് നോക്കിയാൽ പോരെ. അപ്പൊ ആൻസർ എത്രയാണ് വരേണ്ടത് 273 നിന്ന് 240 കുറയ്ക്കുമ്പോൾ 33 വരും. അപ്പൊ കുട്ടിയുടെ വയസ്സ് എന്ന് പറയുന്നത് പുതിയതായിട്ട് വന്ന ആളുടെ വയസ്സ് എത്രയാണ് ഇവിടെ ഓപ്ഷൻ ഡി 33 ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ജസ്റ്റ് ഒന്നല്ലോ ഒരു ലോജിക്ക് വെച്ച് നമ്മൾ ചിന്തിച്ച് നോക്കുക. ഒരു കുട്ടി കൂടുതൽ വന്നപ്പോൾ അവിടെ തുക കൂടി അല്ലേ ഉറപ്പായിട്ടും അവിടെ തുക കൂടും. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് ചെയ്താൽ മതി അതങ്ങ് കുറച്ച് നോക്കിയാൽ മതി. ഓക്കെ നെക്സ്റ്റ് നോക്കാം. ഒരു വസ്തു 480 രൂപയ്ക്ക് വിറ്റപ്പോൾ 20% നഷ്ടമായി. എത്ര രൂപയ്ക്ക് വിറ്റാൽ 20% ലാഭം കിട്ടും? 480 രൂപയ്ക്ക് വിറ്റപ്പോൾ 20% നഷ്ടം വന്നു എന്ന് പറഞ്ഞാൽ അത് എത്രയാണ് 80%-ത്തിനാണ് വിറ്റിരിക്കുന്നത്. ഇപ്പറയുന്ന 80% 480 ആണെങ്കിൽ എത്രയാണ് എത്ര രൂപയ്ക്ക് വിറ്റാൽ 120% ലാഭം വേണം 120 എത്രയെന്നാ ചോദിച്ചിരിക്കുന്നത്. ഇത് എത്രയെന്നാ ചോദിച്ചിരിക്കുന്നത്. അതായത് 100-ലാണ് നമ്മൾ പരിഗണിക്കുന്നത് അല്ലെ എപ്പോഴും. 20% നഷ്ടം വന്നു എന്ന് പറഞ്ഞാൽ 80%-ത്തിനാണ് വിറ്റിരിക്കുന്നത്. 20% ലാഭം വേണമെങ്കിൽ 120%-ത്തിന് അത് വിൽക്കണം. ഓക്കെ എന്ത് ചെയ്യണം ഇങ്ങനെ വരുമ്പോൾ ഗുണിക്കുക അല്ലെ 2 എണ്ണം ഉള്ളത് മുകളിൽ എഴുതുക ഒരെണ്ണം ഉള്ളതിനെ താഴെ എഴുതുക. 0 0 കൂടി കട്ടായി പോകും. ഇവിടെ 8ഉം 48ഉം കൂടി കട്ട് ചെയ്യുമ്പോൾ എത്ര വരും 8×6 = 48 എന്ന് വരും. 12 × 6 എന്ന് പറയുന്നത് 72 720 ആണ്. അപ്പൊ 720 രൂപയ്ക്ക് വിറ്റിരുന്നെങ്കിൽ എനിക്ക് എന്ത് കിട്ടിയേനെ 20% ലാഭം കിട്ടിയേനെ. ഓക്കെ നെക്സ്റ്റ് നോക്കാം. 4.32 ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. നോക്കാം നമുക്ക് 4.32-നോട് 0.8 ആഡ് ചെയ്യണം. 12.001 ആഡ് ചെയ്യണം. നമുക്ക് ആഡ് ചെയ്ത് ആദ്യം വെക്കാം. ഇവിടെ 1 വരും ഇവിടെ 2 വരും 8 3 11 ശിഷ്ടം 1 വരും അല്ലെ 4 2 6 6 1 7 17.121 കിട്ടും. ഓക്കെ ഇനി എന്ത് ചെയ്യണം മൈനസ് ഇതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം 5.6 മൈനസ് ചെയ്യണം. ഇവിടെ എത്ര വരും 21 ഇവിടെ 6 ആകും ഇവിടെ 11 11 6 കുറക്കുമ്പോൾ 5 വരും അല്ലെ. 16-ൽ നിന്ന് 5 കുറക്കുമ്പോൾ എത്രയാണ് വരേണ്ടത് 6-ൽ നിന്ന് 5 കുറക്കുമ്പോൾ 1 11.521 ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. 120 മീറ്റർ നീളമുള്ള ട്രെയിൻ 160 മീറ്റർ നീളമുള്ള ഒരു പ്ലാറ്റ്ഫോം പൂർണ്ണമായി കടക്കാൻ സെക്കൻഡിൽ 20 മീറ്റർ വേഗത്തിൽ സഞ്ചരിച്ചാൽ എത്ര സമയം വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 120 മീറ്റർ നീളമുള്ള ട്രെയിൻ. അപ്പൊ നമുക്കറിയാം ദൂരം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ട്രെയിനിന്റെ നീളം പ്ലാറ്റ്ഫോം പാലമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൂരം എന്ന് പറയുമ്പോൾ ട്രെയിനിന്റെ നീളവും ഈ പറയുന്ന പ്ലാറ്റ്ഫോമിന്റെ നീളം അല്ലെങ്കിൽ പാലത്തിന്റെ നീളവും കൂടി നമുക്ക് എന്ത് ചെയ്യണം കൂട്ടി വേണം എഴുതാൻ. അതേസമയം ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ഒരു പോസ്റ്റിനെ കടന്നു പോകാൻ ഒരാളെ കടന്നു പോകാൻ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം അവിടെ ആ ഒരു ട്രെയിനിന്റെ ദൂരം മാത്രം മതി. അവിടെ ആ ഒരു പോസ്റ്റിന്റെ അതിന്റെ ഒന്നും മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടെ എത്രയാണ് 250 മീറ്റർ കടന്നു പോകാൻ 20 സെക്കൻഡ് വേഗത്തിലാണ് സഞ്ചരിക്കേണ്ടത്. നമ്മൾ എങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത് ഇതല്ലേ സംഭവം നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലെ. ഇവിടെ എന്താണ് ദൂരം ഇവിടെ എന്താണ് സമയം അല്ലെ ടൈം. ഇവിടെ എന്താണ് സ്പീഡ്. ദൂരമാണ് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ ടൈമിനെ സ്പീഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക.
ടൈമാണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ഇതങ്ങ് മാറ്റി നിർത്തിക്ക്. ഡിസ്റ്റൻസ് കണ്ട ഡിവൈഡഡ് ബൈ സ്പീഡ് എന്ന് വരും, ഡി ഡിവൈഡഡ് ബൈ എസ് എന്ന് വരും. ഇനി എസ് ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ഡി ഡിവൈഡ് ബൈ ടി വരും. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സ്പീഡ് തന്നിട്ടുണ്ട്. സ്പീഡ് എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇവിടെ തന്നിരിക്കുന്നതും മീറ്ററിലാണ്. സോ നമുക്കിവിടെ വേറെ കൺവേർഷൻ ഒന്നുമില്ല. പക്ഷെ ചില സമയം എന്ത് ചെയ്യും? സ്പീഡ് എന്ന് പറയുന്നത് 20 കിലോമീറ്റർ പെർ അവർ എന്നൊക്കെ പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? കിലോമീറ്ററിലുള്ള സാധനത്തിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം അല്ലെ? അതെങ്ങനെയാണ്? കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ കിലോമീറ്റർ എന്ന് പറയുന്ന വലിയ ക്വാണ്ടിറ്റിയെ മീറ്റർ എന്ന് പറയുന്ന ചെറിയ ക്വാണ്ടിറ്റിയിലോട്ട് മാറ്റാൻ 5/18 കൊണ്ട് ഗുണിക്കുക. മറ്റേതാണെങ്കിൽ തിരിച്ച് 18/5 കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ ആൻസർ എത്ര വരും? നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ടൈം അല്ലേ? ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ്? ഡിസ്റ്റൻസിനെ വേഗത കൊണ്ട് ഹരിക്കുക. 280 ഡിവൈഡഡ് ബൈ 20 ചെയ്യുക. ഓക്കെ, ഇവിടെ കട്ടായി പോകും. എത്ര വരും? 28/2 എന്ന് പറയുന്നത് 14 സെക്കൻഡ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം, ഒറ്റയാനെ കണ്ടെത്തുക. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കിക്കേ, ഇതിന്റെ ലോജിക്ക് ആദ്യമേ ഞാനത് കുറെ ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നീടാണത് നോക്കിക്കേ, 2 4 6 6 1 7 ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ലാസ്റ്റ് ഡിജിറ്റ് ആണ്. 5 1 6 6 1 7 ഈ ലാസ്റ്റ് ഡിജിറ്റ് കിട്ടും. ഇവിടെ നോക്കിക്കേ, 4 3 7 7 2 9 കണ്ട ഈ ഒരു ലാസ്റ്റ് ഡിജിറ്റ് ആണ് കിട്ടുന്നത്. 5 4 9 9 2 11 ഇതെന്ത് ചെയ്യുന്നില്ല? കിട്ടുന്നില്ല. ഈ ഒരു ലോജിക്ക് വെച്ചിട്ടായിരിക്കാം അവർ മേ ബി ഇത് എന്ത് ചെയ്തിരിക്കുന്നത്? ആൻസറിലേക്ക് എത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ് കൂട്ടത്തിൽ പെടാത്തായിട്ട് വരുന്നത്. 65 വിദ്യാർത്ഥികൾ ഒരു ക്ലാസ്സിൽ രമേശിന്റെ സ്ഥാനം 21 ആണെങ്കിൽ താഴെ നിന്ന് എണ്ണുമ്പോൾ രമേശിന്റെ സ്ഥാനം എത്ര? 65 വിദ്യാർത്ഥികളാണ് നിരന്ന് നിൽക്കുന്നത് അല്ലെ? ഒരു ക്ലാസ്സിൽ രമേശ് ഇവിടെ നിന്ന് 21ാമത് നിൽക്കുവാണ്. പുറകിൽ നിന്ന് എണ്ണുമ്പോൾ എത്രയെന്ന് നമ്മൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ടോട്ടൽ എന്ന് പറയുന്നത് ലെഫ്റ്റ് പ്ലസ് റൈറ്റ് -1 ചെയ്താൽ മതി. ടോട്ടൽ നമുക്കറിയാം 65 ആണ്. ലെഫ്റ്റിൽ നിന്ന് എണ്ണുമ്പോൾ 21 ആണ്. പ്ലസ് റൈറ്റിൽ നിന്ന് എണ്ണുമ്പോൾ എത്രയെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്? അപ്പൊ 65 - 20 എന്ന് വരും അല്ലെ? 65 = 20 + 6 എന്ന് വരും. അതായത് 65 - 20 എന്ന് വരും. ആൻസർ എത്ര വരും? 45 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, കാപ്രേക്കർ സ്ഥിരസംഖ്യ എന്നറിയപ്പെടുന്ന ഈ കാപ്രേക്കർ നമ്പർ എന്ന് പറയുന്നത് 6174 ആണ്. അതായത് കാപ്രേക്കർ സംഖ്യ എന്ന് പറയുന്നത് നമ്മൾ നോർമലി ഒരു 4 അക്ക നമ്പറിനെ നമ്മൾ എടുത്തിട്ട് നമ്മൾ അതിനെ അറേഞ്ച് ചെയ്യണം. അതായത് ഇപ്പൊ എങ്ങനെയാ ഇപ്പൊ പറഞ്ഞു തരിക? നമുക്കിപ്പോ ഒരു നമ്പർ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഒരു നമ്പർ എടുക്കുവാണ്, ഒരു വലിയ നമ്പർ എടുക്കണം. അതായത് ഇപ്പൊ 3524. ഓക്കെ, 4 അക്ക നമ്പർ എടുത്തു. 3524 എന്ന് പറയുന്ന നമ്പറിനെടുത്തു. ഞാൻ ഈ നമ്പറിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുവാണ്. അറേഞ്ച് ചെയ്തിട്ട് എങ്ങനെ എഴുതി? ഏറ്റവും വലുത്, ഇതിന്റെ ഏറ്റവും വലിയ നമ്പർ ഉണ്ടാക്കുവാണ്. അപ്പോൾ എത്ര വരും? 5432 എന്ന് വരും. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, 5432. അതായത് ഈ ഒരു 4 അക്ക സംഖ്യയിൽ നിന്ന് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത് ഈ പറയുന്ന 5432 ആണ്. അതിന് ഞാൻ എന്ത് ചെയ്തു? മൈനസ്, ഇനി ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പർ എടുക്കുക. അതെന്തായിരിക്കും? നേരെ തിരിച്ചെഴുതിയാൽ മതിയല്ല. 2345 ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇതങ്ങ് കുറച്ച് നോക്കണം. കുറച്ച് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3087 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് ഒന്നാമത്തെ സ്റ്റെപ്പായേ. ഞാനിത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുവാണ്. 3087 കൊണ്ട് ഞാനൊരു വലിയ നമ്പർ ഉണ്ടാക്കാൻ പോവുകയാണ്. എത്ര വരും? 8730 എന്ന് വരില്ലേ? അതുകൊണ്ട് ഉണ്ടാക്കാവുന്ന ഏറ്റവും ചെറിയ നമ്പർ നേരെ തിരിച്ചിടുക. 0378 എന്ന് വരും. ഇതും ഞാനിവിടെ മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടും. ഇവിടെ 8352 എന്ന് കിട്ടി. ഓക്കെ, ഇത് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പാണ്. എഗെയിൻ ഞാൻ ഈ സ്റ്റെപ്പ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുവാണ്. തേർഡ് സ്റ്റെപ്പായിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുവാണ്. ഇവിടെ എന്ത് വരും? ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വലിയ നമ്പർ എന്ന് പറയുന്നത് 8532 ആണല്ലോ. ഇനി എന്ത് ചെയ്യണം? ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചെറിയ നമ്പർ എന്ന് പറയുമ്പോൾ എന്താണ് വരേണ്ടത്? 2358 എന്ന് വരും. ഇത് മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടും 6174 എന്ന് കിട്ടും. അതായത് നമ്മൾ ഏതൊരു 4 അക്ക നമ്പറിനെയും നമ്മൾ ഇങ്ങനെ ആ ഒരു റൂളിൽ വെച്ചിട്ട് ഇങ്ങനെ എന്താണ് ഡിവൈഡ് ചെയ്ത് മൈനസ് ചെയ്ത് വരുമ്പോഴേക്കും ഒരു മാക്സിമം ഒരു 7 വരെയൊക്കെ വരാറുള്ളൂ. അതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു നമ്പറിലേക്ക് വന്ന് എൻഡ് ചെയ്യും. ഈ ഒരു നമ്പർ എത്തും. അത് ഏതൊരു 4 ഡിജിറ്റ് നമ്പർ എടുത്താലും ഈ ഒരു നമ്പറിലേക്ക് വന്നെത്തും. അതുകൊണ്ടാണ് ഈ സംഖ്യ എന്ത് പറയുന്നത്? കാപ്രേക്കർ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പൊ ജസ്റ്റ് അതൊന്ന് ഓർത്തിരിക്കുക. കാപ്രേക്കർ സ്ഥിരസംഖ്യ എന്ന് പറയുന്നത് ഏതാണ്? 6174 ആണ്. അങ്ങനെയാണെങ്കിൽ രാമാനുജൻ നമ്പർ എത്രയാണ്? നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന നമ്പറാണ് രാമാനുജൻ നമ്പർ. അത് ഏതാണ്? 1729 ആണ് രാമാനുജൻ നമ്പർ. അപ്പൊ കാപ്രേക്കർ നമ്പർ ചോദിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതും കൂടി പഠിച്ചു വെക്കുക, രാമാനുജൻ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ നമുക്ക് പറയാം പാലൻഡ്രോം നമ്പേഴ്സ് ഒക്കെ വരും. പാലൻഡ്രോം നമ്പർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാലൻഡ്രോം സംഖ്യകൾ നമ്മളിപ്പോ കനക, നമ്മൾ എന്താ തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും നമ്മൾ എന്ത് വായിക്കും? കനക എന്ന് വായിക്കില്ലേ? സെയിം തന്നെയാണ് പാലൻഡ്രോം നമ്പർ. ഇപ്പൊ നമുക്ക് പറയാം, എക്സാമ്പിൾ പറയാം, 484. ഞാൻ തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും അതിന് 484 തന്നെയാണ്. പിന്നെ ഞാൻ പറയുന്നു 12321. ഞാൻ തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും 1321 തന്നെയാണ്. അപ്പൊ എന്താണ് ഇത്ര സംഖ്യകളെ പറയുന്ന പേരാണ് പാലൻഡ്രോം നമ്പർ എന്നിട്ട്. അതും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് നോക്കാം. 8 വർഷം മുമ്പ് അച്ഛന്റെ പ്രായം മകന്റെ പ്രായത്തിന്റെ 4 മടങ്ങായിരുന്നു. 8 വർഷത്തിന് ശേഷം അച്ഛന്റെ പ്രായം മകന്റെ പ്രായത്തിന്റെ 2 മടങ്ങാണ്. എങ്കിൽ അച്ഛന്റെ ഇപ്പോഴത്തെ പ്രായം എത്ര? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ നിങ്ങൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കാൻ നിൽക്കണ്ട. ഒന്നുകിൽ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ഇതിലേക്ക് ഓപ്ഷനിലേക്ക് ആൻസർ ഇട്ട് കൊടുക്കുക. ഓപ്ഷനിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഞാൻ പറയുന്നു അച്ഛന്റെ ഇപ്പോഴത്തെ വയസ്സാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ അച്ഛന്റെ ഇപ്പോഴത്തെ പ്രായം എന്നാലും 16 ആയിരിക്കില്ല, നമുക്ക് അത് കഴിഞ്ഞുള്ള വെച്ച് നോക്കാം. അപ്പൊ അച്ഛന്റെ ഇപ്പോഴത്തെ പ്രായം നമുക്ക് ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. 40 ആണെന്ന് വിചാരിക്കുക അച്ഛന്റെ ഇപ്പോഴത്തെ പ്രായം. വേണ്ട, 32 എടുക്കാം. 32, ബി ഓപ്ഷൻ 32 അല്ലെ. 32 ആണെങ്കിൽ ഇതിപ്പോ അച്ഛന്റെ ഇതുവരെ ഇപ്പൊ ഉള്ള പ്രായമാണ്. നമ്മൾ ട്രയൽ മെത്തേഡ് ആണ് നോക്കുന്നത്. ജസ്റ്റ് നമ്മൾ ഓപ്ഷൻ നിന്ന് എടുക്കുവാണ്. 32 ആണ്. 8 വർഷം മുമ്പ് അച്ഛന്റെ പ്രായം എത്രയായിരിക്കും? 24 ആയിരിക്കും. ഇനി അടുത്ത പറയുന്നത് എന്താണ്? 8 വർഷം കഴിയുമ്പോൾ അച്ഛന്റെ പ്രായം 40 ആയിരിക്കും. ഇതാണല്ലോ ഓർഡർ വരേണ്ടത്. ഇനി നമുക്ക് നോക്കാം. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? 8 വർഷം മുമ്പ് അച്ഛന്റെ പ്രായം മകന്റെ പ്രായത്തിന്റെ 4 മടങ്ങെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ 8 വർഷത്തിന് ശേഷം എന്താ പറഞ്ഞിരിക്കുന്നത്? അച്ഛന്റെ പ്രായം മകന്റെ പ്രായത്തിന്റെ 2 മടങ്ങ്. അതായത് ഇത് 40 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കണം? 20 ആണെങ്കിലാണ് 2 മടങ്ങ് വരുന്നത്. ജസ്റ്റ് ബാക്കിലോട്ട് പോയി നോക്കാം നമുക്ക്. 20, 12, 8 കുറക്കുമ്പോൾ ഇവിടെ 12 വരും. ഇവിടെ 8 കുറക്കുമ്പോൾ ഇവിടെ എത്ര വരും? 4 വരും. ഇനി നോക്കിക്കേ, ഇത് 4 മടങ്ങാണോ? അല്ല അല്ലെ. ആദ്യത്തെ ഓപ്ഷൻ തന്നെ തെറ്റാണ് അല്ലെ. 4ന്റെ 4 മടങ്ങ് ആയിരിക്കണം ഇവിടെ. അപ്പൊ അതല്ല നമുക്ക് മനസ്സിലായി. നമുക്കിനി അടുത്ത എടുക്കാം, 40 എടുക്കാം. അതായത് അച്ഛന്റെ ഇപ്പോഴത്തെ പ്രായം 40 ആണ്. അങ്ങനെയാണെങ്കിൽ അച്ഛന്റെ 8 വർഷം കഴിയുമ്പോൾ അച്ഛന്റെ പ്രായം 48. 8 വർഷത്തിന് മുമ്പ് അച്ഛന്റെ പ്രായം 32. ഈ 8 വർഷത്തിന് ശേഷം മകന്റെ പ്രായം എന്ന് പറയുന്നത്, മകന്റെ പ്രായത്തിന്റെ 2 മടങ്ങെന്ന് പറയണമെങ്കിൽ മകൻ എത്ര വയസ്സായിരിക്കണം? 24. 24ന്റെ 2 മടങ്ങാണ് 48. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 8 വർഷത്തിന് മുമ്പാവുമ്പോ എത്ര വരും? 16 വരും. അതിനു മുമ്പെന്ന് പറയുമ്പോൾ എത്ര വരും? 8 വരും. നോക്കാം നമുക്ക്. ഈ ഒരു ഓർഡർ നോക്കിക്കേ. 8 വർഷത്തിന് മുമ്പ് അച്ഛന്റെ പ്രായം 32, മകന്റെ പ്രായത്തിന്റെ 4 മടങ്ങാണ്. 4 32. 8 വർഷത്തിന് ശേഷം അച്ഛന്റെ പ്രായം മകന്റെ പ്രായത്തിന്റെ 2 മടങ്ങാണ്. നിലവിൽ അച്ഛന്റെ പ്രായം എന്ന് പറയുന്നപ്പോ എത്രയായിരിക്കണം? 40 ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കൂട്ടത്തിൽ പെടാത്തത് ആരം, ഞാൻ, ചാപം, വൃത്തം. എന്താണ് ആരം എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. എന്താണ് ആരം എന്ന് പറയുന്നത്? ആരം ഇതിനെയാണല്ലോ നമ്മൾ വൃത്തത്തിന്റെ ഒരു ഭാഗമല്ലേ നമ്മൾ ആരം എന്ന് പറയുന്നത്. ചാപം എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഒരു പോർഷനെയാണ് നമ്മൾ ചാപം എന്ന് പറയുന്നത്. പണ്ട് നമ്മൾ കോമ്പസ് ഒക്കെ വെച്ച് വരയ്ക്കില്ലേ, ചാപം വരയ്ക്കില്ലേ. ഞാണെന്ന് പറയുമ്പോൾ എന്താണ്? ഞാണെന്ന് പറയുന്നത് ഏതെങ്കിലും 2 ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്നതാണ് ഞാൻ. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു വൃത്തത്തിലെ ഏറ്റവും വലിയ ഞാൻ ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഒരു വൃത്തത്തിലെ ഏറ്റവും വലിയ ഞാണെന്ന് പറയുന്നത് അതിന്റെ ഡയമീറ്റർ അഥവാ വ്യാസമാണ് ഏറ്റവും വലുതെന്ന് പറയുന്നത്. ഇങ്ങോട്ട് വരുംതോറും ഇതിങ്ങനെ ചെറുതായിക്കൊണ്ടിരിക്കും. അപ്പൊ ഏറ്റവും വലിയ ഞാൻ പഠിച്ചു വെച്ചോ. ഏറ്റവും വലിയ ഞാൻ ഏതെന്ന് ചോദിച്ചാൽ എന്താണ്? അത് വ്യാസമാണെന്നും കൂടി പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി എന്താണ്? അപ്പൊ ഇതെല്ലാം വൃത്തത്തിന്റെ പല പല പാർട്സ് അല്ലെ, പല പല ഏരിയാസ് ആണ്. അപ്പൊ നമ്മൾ വൃത്തം എന്ന് പറയുന്നതാണ് അതിന്റെ കംപ്ലീറ്റ്. അപ്പൊ കൂട്ടത്തിൽ പെടാത്തത് അവിടെ ഏതാണ്? വൃത്തമാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വില കണ്ടെത്തുക. ബോർഡ് മാസ് ആണ് അല്ലെ. ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ബോർഡ് മാസിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടാകും. നമുക്ക് നോക്കാം എന്താണ് ബോർഡ് മാസ് റൂൾ വരേണ്ടത്. ബോർഡ് മാസ് എന്ത് വേണം? ഫസ്റ്റ് ബ്രാക്കറ്റ് വേണം അല്ലെ. ബ്രാക്കറ്റ് ഉള്ളതൊക്കെ നമുക്ക് ആദ്യം ചെയ്യാം. 16 പ്ലസ് 8 ഡിവൈഡ് ബൈ 4 മൈനസ് 2. ഇവിടെ ഇൻറ്റു 3 1 കുറച്ചാൽ എത്ര കിട്ടും? 2 എന്ന് കിട്ടി. ഇനി നമുക്ക് ഡിവിഷൻ ആണ് വേണ്ടത്. 16 പ്ലസ് 8 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 2 കിട്ടും. മൈനസ് മൾട്ടിപ്ലിക്കേഷൻ വേണം. 2 ഇൻറ്റു 2 4 ആണ്. 16 പ്ലസ് അല്ലെ. അടുത്ത എന്താണ് വേണ്ടത്? അഡീഷൻ വരുമ്പോഴേക്കും ഇവിടെ 16ഉം 2ഉം 18 കിട്ടും. 18 മൈനസ് 4 എന്ന് വരും. ആൻസർ എത്ര വരും? 14.
ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ശരിയായ ക്രമം കണ്ടെത്തുക. വസ്ത്രം, പരുത്തി, നെയ്ത്ത്, നൂല് അല്ലെ. എന്താണ് ആദ്യമേ ഉണ്ടാക്കുന്ന സാധനം? പരുത്തിയാണല്ലോ. പരുത്തിക്ക് ശേഷമാണ് എന്തിലേക്ക് വരുന്നത്? ഓക്കെ, അപ്പൊ ആദ്യം വേണ്ടത് രണ്ട് അല്ലെ. പരുത്തിയാണ് ആദ്യം ഉണ്ടാക്കേണ്ടത്. അപ്പൊ പരുത്തി. പിന്നെ എന്ത് വേണം? നൂല് വേണം. നൂലെന്ന് പറയുമ്പോൾ ഏതാണ്? 4 അല്ലെ. ഓപ്ഷൻ 4 വേണം. പരുത്തി കഴിഞ്ഞ് നൂലുണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മളത് നെയ്യുന്നു. നെയ്താണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? വസ്ത്രം ഉണ്ടാക്കുന്നത്. അപ്പൊ 2, 4, 3, 1 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. പക്ഷി ആകാശത്താണെങ്കിൽ മത്സ്യം എവിടെയാണ്? ഒബ്വിയസ്ലി നമുക്കറിയാം അല്ലെ, വെള്ളത്തിലാണ്. വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നും ആയിരുന്നില്ല അത്. ശ്രേണി പൂരിപ്പിക്കുക. 160, 140, 68, 32, 14. നമുക്ക് നോക്കാം. 140ന്റെ നേരെ പകുതി എടുത്താൽ എത്ര വരും? 140ന്റെ പകുതി എന്ന് പറയുന്നത് 70 ആണ്. ഈ 70ൽ നിന്ന് 2 കുറച്ചാണ് ഞാൻ ഇവിടെ 68 എഴുതിയിരിക്കുന്നത്. ഓക്കെ, 68ന്റെ പകുതി എന്ന് പറയുമ്പോൾ എത്രയാണ്? 34 ആണ്. ഈ 34ൽ നിന്ന് ഞാൻ 2 കുറച്ച് ഞാൻ എന്ത് എഴുതി? ഇവിടെ 32 എന്ന് എഴുതി. 32ന്റെ പകുതിയാണ് 16. 16ൽ നിന്ന് ഞാൻ 2 കുറച്ച് ഇവിടെ എന്ത് എഴുതി? ഞാൻ 14 എഴുതി. 14ന്റെ പകുതിയാണ് 7 എന്ന് പറയുന്നത്. 7ൽ നിന്ന് ഞാൻ 2 കുറച്ച് ഞാൻ ഇവിടെ എന്ത് എഴുതണം? 5 എഴുതണം. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. എന്താ നോക്കിക്കേ. ഒരു ക്ലോക്കിലെ 3 സംഖ്യകൾ യോജിപ്പിച്ച് എത്ര സമഭുജ ത്രികോണങ്ങൾ വരയ്ക്കാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ക്ലോക്ക് എന്ന് പറയുമ്പോൾ ഇതാണല്ലോ നമ്മുടെ ക്ലോക്ക്. ഇവിടെ 12 വരും, ഇവിടെ 6, ഇവിടെ 9, ഇവിടെ 3. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് എപ്പോഴും പഠിച്ചു വെക്കണം. ഇത് വരയ്ക്കാൻ പറ്റുന്നത് 4 ത്രികോണങ്ങളാണെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് എന്തായാലും വേണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ജസ്റ്റ് ഇത്രയേ ഉള്ളൂ സംഭവം. അതായത് നമുക്ക് 12 പീസാണുള്ളത്. അതിന് നമുക്ക് 3 സൈഡാണല്ലോ വേണ്ടത്. അതായത് ഏകദേശം നമുക്ക് 4 എണ്ണം വേണം. നോക്കിക്കേ, ഞാൻ ഇവിടെ ഇങ്ങനെ വരയ്ക്കുവാണേ. 12ൽ നിന്ന് ഞാൻ 4ലേക്ക് ഒരെണ്ണം വരച്ചു. ഈ 4 നോക്കിക്കേ, 1, 2, 3 ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് ഇനി അടുത്ത എവിടേക്ക് വരയ്ക്കാം? 8ലേക്ക് വരയ്ക്കാം. ഇനി എന്താണ്? 12ലോട്ട് വരയ്ക്കാം. എല്ലാത്തിന്റെ ഗ്യാപ്പിലും 3 എണ്ണമായി. ഇതാണ് നമ്മുടെ ഒരു സമഭുജ ത്രികോണം എന്ന് പറയുന്നത്. ഇനി ഞാൻ ഈ ത്രികോണത്തിനെ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ വരുമല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിന് എങ്ങനെയാണ് വരേണ്ടത്? 1ൽ വന്നാൽ ഇവിടെ എന്ത് വരണം? നെക്സ്റ്റ് 5ലേക്ക് വരും. ഇവിടെ എത്ര വരും? 9ലേക്ക് വരും. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. എഗെയിൻ ഞാനിതിനെ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്ര വരും? 2ലേക്ക് വരും അല്ലെ. ഈ 2ലേക്ക് വരും, 6ലേക്ക് വരും, 10ലേക്ക് വരും. അടുത്ത ത്രികോണമായി. എഗെയിൻ എനിക്കിതിനെ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. എവിടെ? 3ൽ എത്തിക്കാൻ പറ്റും അല്ലെ. 3ൽ എത്തിച്ചു കഴിയുമ്പോൾ ഇവിടെ 3 വരും. ഇവിടെ എത്രയാണ്? 3, 10. ആ ഒരു 3ലേക്ക് വരും. നെക്സ്റ്റ് ഇവിടെ അടുത്ത ഏതാണ്? 3 കഴിഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3, 4 എണ്ണം ഗ്യാപ്പ് ഇട്ട് എഗെയിൻ നമുക്കിവിടെ ഏതിലോട്ട് വരും? വരച്ച് മൊത്തം കുളമാക്കി അല്ലേ. ആ ഒരു റൊട്ടേഷൻ ആണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇവിടെ ആദ്യം നമുക്ക് 1 വന്നു കഴിഞ്ഞു, പിന്നെ 2 വന്നു, പിന്നെ 3 വന്നു. അതേപോലെ തന്നെ ഇവിടെ എന്താണ്? 4, 5, 6. അടുത്ത ഏതിലാണ്? 3 കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 7ലോട്ടാണ് വരേണ്ടത്. അതിന് വരച്ചു കഴിഞ്ഞാൽ അവിടെ കുളമായി പോകും. ഓക്കെ, ആ ഒരു ലോജിക്കാണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ കറക്റ്റ് ആയിട്ട് വരേണ്ടത് സമഭുജ ത്രികോണങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര വരണം? 4 സമഭുജ ത്രികോണങ്ങളാണ് നമുക്കൊരു ക്ലോക്കിൽ നിന്ന് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ഇപ്പൊ എല്ലാവർക്കും നാളെ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നല്ല രീതിക്ക് എഴുതിയിട്ട് വരിക. പ്രിലിംസ് ആണ്. ആ ഒരു കട്ട് ഓഫ് കടക്കാനുള്ളത്. നിങ്ങൾ എന്തായാലും മാത്സ് ഒക്കെ നല്ല രീതിക്ക് വർക്ക്ഔട്ട് ചെയ്യുക. ഓവറായിട്ട് ഒത്തിരി എഴുതി എല്ലാം 100 എഴുതി തെറ്റിക്കാൻ നിൽക്കരുത്. അറിയില്ല എന്നുള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും അത് സ്കിപ്പ് ചെയ്യാനും കൂടി പഠിക്കുക. അപ്പോഴേക്കും നമുക്ക് സുഖമായിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും പ്രിലിംസ്. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.